ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാനിന്നൊരു സിനിമ പോസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചില ഫാൻസുകാർ നടത്തിയിട്ടുള്ള ചില ഊളത്തരങ്ങൾ, ആ ഊളത്തരങ്ങളൊന്ന് പുറത്ത് പൊളിച്ച് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. നമ്മളെല്ലാവരും മമ്മൂക്കാടെ സിനിമകൾ കാണുകയും അല്ലെങ്കിൽ മമ്മൂക്കാടെ ഒരു പോസ്റ്റർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മമ്മൂക്ക പങ്കുവെക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരേ ഒരു നടനുണ്ടെങ്കിൽ അത് നമ്മുടെ മലയാളത്തിൻ്റെ ഇതിഹാസ നടൻ, മലയാളികളുടെ അഭിമാനമായിട്ടുള്ള മമ്മൂക്ക തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഏജ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 73 വയസ്സുള്ള മമ്മൂക്ക ഇപ്പോഴത്തെ യുവ പ്രതിഭകളെയും യുവ നടന്മാരെയൊക്കെ പിന്നിലാക്കിക്കൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് വരുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ് തന്നെയാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ 2-3 ദിവസത്തേക്ക് മുമ്പ്, അതായത് നമ്മളിപ്പോൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ടർബോ ആണ്. അപ്പോൾ ടർബോ സിനിമയുടെ അപ്ഡേറ്റും അല്ലെങ്കിൽ അതിൻ്റെ പോസ്റ്ററുകളും ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും പോസ്റ്ററുകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കിഡിലൻ സാധനത്തിനെ മമ്മൂക്ക അങ്ങോട്ട് ഇറക്കി വിട്ടത്. അത് ഒരു പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഈ പറയുന്ന പല ഫാൻസുകാർക്കും കുരു പൊട്ടിയില്ലെങ്കിൽ ഉള്ള അതിശയം. കാരണം അത് കണ്ടാൽ കുരു പൊട്ടാത്തവരുടെയും കുരു പൊട്ടും. അത്തരത്തിലുള്ള ഒരു മാസ് കിഡിലൻ സാധനം വരെ ഇറക്കി വിട്ടു. അതായത് നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു പോസ്റ്റർ, ഒരു വൈറ്റ് ടീഷർട്ടും ഒരു ബ്ലാക്ക് ജീൻസും ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട് ആ ഒരു നിപ്പുണ്ടല്ലോ, അത് കണ്ട കൈയടിക്കാത്ത ആരാണ്? ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് കുരു പൊട്ടുന്ന ആർക്കാണെന്നുള്ളത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഒരു പക്ഷേ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാകാം. വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ഈ ഒരു പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോഴത്തേക്കും ഇതിന് ബദലായിട്ട് വേറൊരു പോസ്റ്റർ ചില ഫാൻസുകാർ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഒന്ന് ട്രോളാൻ നോക്കിയായിരുന്നു. അതായത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു പോസ്റ്റർ, അതായത് നമുക്ക് ഈ പോസ്റ്റർ ഇട്ടത് ഈ സിനിമയുടെ ഷൂട്ട് സമയത്ത് എടുത്തു വെച്ചിട്ടുള്ള ഒരു പോസ്റ്റർ ആയിരിക്കാം. ഒന്ന് ബസൂക്ക എന്ന് പറഞ്ഞ സിനിമയുടെ സെറ്റിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ളൊരു പോസ്റ്ററാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം മമ്മൂക്ക ഇറക്കി വിട്ടിട്ടുള്ള ഒരു പോസ്റ്റർ, അതായത് ടർബോ ലുക്കിൽ മമ്മൂക്ക ഇറക്കി വിട്ടിട്ടുള്ള പോസ്റ്റർ. അപ്പം 2 ദിവസത്തേക്ക് മുമ്പ് അല്ലെങ്കിൽ 3 ദിവസത്തേക്ക് മുമ്പ് ഇത്തരത്തിലൊരു ചേഞ്ച് സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ചില വിഡ്ഢികളായിട്ടുള്ള, അത് ലാലേട്ടൻ ഫാൻസ് ആണ് എന്നാണ് അതിൻ്റെ പിന്നിൽ കളിച്ചിരിക്കുന്നതാണ് അറിയാൻ സാധിക്കും. എന്തായാലും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ചെകുത്താൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിലുണ്ടല്ലോ ദൈവന്മാരെ എടുത്തിട്ട് വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കുന്ന ഒരു കിടിലൻ വീഡിയോ. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കാരണം പലരും പറയുന്നുണ്ട് നിങ്ങൾ അവനെ വിറ്റ് തിന്നുന്നു, നിങ്ങൾ ഇവനെ വിറ്റ് തിന്നു, ആരെങ്കിലുമൊക്കെ വിൽക്കാതെ ആർക്കും ജീവിക്കാൻ സാധിക്കത്തില്ലല്ലോ. എല്ലാവരും ചെയ്യുന്ന പ്രവർത്തികൾ തന്നെയാണല്ലോ ഇത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങളൊന്ന് കാണുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാനുണ്ട്. അതും കൂടെ ഒന്ന് കേട്ടിട്ടേ പോകാൾ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ മമ്മൂട്ടിയുടെ കഴിഞ്ഞ ദിവസം ഫോട്ടോ ഇങ്ങനെ മമ്മൂട്ടി ചരിഞ്ഞ് നിൽക്കുന്ന ഒരു ബനിയനൊക്കെ ഇട്ടിട്ട് തൊപ്പിയുണ്ട് കണ്ണടയൊക്കെ വെച്ചിട്ട് വയറൊക്കെ ഇങ്ങനെ ഒട്ടി നല്ല ഫിറ്റായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ പോലത്തെ ഒരു ഫോട്ടോ. അപ്പോ പ്രശ്നം പറ്റുന്നത് മമ്മൂട്ടി ഫാൻസ് വളരെ ഹാപ്പിയാണ്, അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ താല്പര്യമുള്ളവർ അപ്പോഴും സൂപ്പർ അല്ല തന്നെ എല്ലാവർക്കും ഒന്നും വലിയ കുഴപ്പമൊന്നും ഇല്ല. മമ്മൂട്ടിയുടെ താല്പര്യം ഇല്ലെങ്കിൽ പോലും ആ ഫോട്ടോ കണ്ട് എന്താ പ്രശ്നം ഇരിക്കുന്നത്? അപ്പൊ അടുത്ത ഫോട്ടോ അടുത്ത ദിവസം ഈ മമ്മൂട്ടി അല്ലാതെ മമ്മൂട്ടിയോട് ഇഷ്ടമല്ലാത്തവരുണ്ട്, മോഹൻലാൽ ഫാൻസ് തന്നെ, അവരുടെ ഗ്രൂപ്പിലൊക്കെ ഫോട്ടോ പിള്ളേര് അടുത്ത ഫോട്ടോ ഇട്ടേക്കുന്നത് മമ്മൂട്ടി ഒരിടത്ത് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ വയർ ഇങ്ങനെ ഇച്ചിരി വേർതായിരിക്കുന്നത്. ഒരു ദിവസം 3 ദിവസം മുമ്പ് എന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം നോക്കുമ്പോൾ ഇത്ര ഫ്ലാറ്റ് ആയിട്ട് എങ്ങനെ വയറ് വന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ ഇതൊക്കെ ഫോട്ടോഷോപ്പ് ആണ്, അല്ലെങ്കിൽ ഒതുക്കി പിടിച്ചതാണ് എന്നുള്ള രീതിയിൽ. ഇത് ഫോട്ടോഷോപ്പ് ആണെങ്കിലും കൊള്ളാം, ഒതുക്കി പിടിച്ചതാണെങ്കിലും കൊള്ളാം. ഇനി ആ ബോഡി മമ്മൂട്ടിയുടെ അല്ലെന്ന് വിചാരിക്കുക. എന്നാലും ഒതുക്കി പിടിച്ച കേസ് എടുക്കാം, ഒതുക്കി പിടിക്കാൻ പറ്റണം. മനസ്സിലായില്ലേ? ഇവര് ഈ പറയുന്ന ആളെ കൊണ്ട് പറ്റുമോ? ഒതുക്കിയൊക്കെ പിടിച്ച പൊട്ടി പോവും. എന്താ പറഞ്ഞ എത്രത്തോളം ഒതുക്കിന്റെ ആ മേക്കപ്പിനെങ്കിൽ ഒരു പരിധിയില്ലെന്ന് പറഞ്ഞ പോലെ ഒതുക്കലിനൊക്കെ ഒരു പരിധിയില്ല. എത്ര വലിച്ചു കിട്ടും എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. എന്നാലും പറ്റത്തില്ല, എപ്പോഴേ ചെയ്തേനെ ഇതൊക്കെ. അപ്പൊ അതൊന്നും നടക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ആ ഫാൻസുകാർ ഇങ്ങോട്ട് അതും പറഞ്ഞു തരരുത്. അവർ വിട്ടേക്ക്, അതങ്ങ് വിടുക. അതിനകത്ത് കയറി ഇടപെടരുത്. ഇടപെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ വേറെ സൈഡിൽ നിന്ന് വേറെ ആരെങ്കിലും ഒരു ബന്ധമില്ലാത്തവരെ പറഞ്ഞു പോകും. പിന്നത്തെ കേസ് എന്ന് പറയുന്നത് ഫോട്ടോഷോപ്പിൽ ഒതുക്കുക എന്ന് വിചാരിക്കുക. അപ്പോഴും വേറെ ചിലരൊക്കെ അങ്ങനെ ഒതുക്കിയാൽ എങ്ങനെ ഇരിക്കും ബാക്കി ശരീരം? ഇത് വയറ് മാത്രമല്ല ശരീരം, മനസ്സിലായി? ആ ഫിറ്റ്നസ് എന്ന് പറയുന്നത് പിന്നെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുക. മുഖത്ത് വരെ ഉണ്ട്, അറിയാനുണ്ട്, മനസ്സിലായി? കയ്യും കാലും എല്ലാം ഇങ്ങനെ നിൽക്കുക. ബാക്കി ഇത് മാത്രം ഒതുക്കി വെച്ചിട്ട് സാധനം ഒന്ന് സങ്കല്പിച്ച് നോക്കി, മുഖമാണെ മരവിച്ചിരിക്കുക. അതെ, ആ പുള്ളി എങ്ങനെ പിടിച്ചോണ്ട് നിർത്തിയിട്ട് ഇത് ഞങ്ങൾ വയറ് മാത്രം ചൊട്ടിച്ചൊരു ഫോട്ടോ വന്ന് ഫോട്ടോഷോപ്പ് ചെയ്താലും കമന്റ് ഇടും. ഭയങ്കര കോമഡി ആയിരിക്കും അത്. എങ്ങനെ പറ്റും? ഇത് മാത്രം ഒതുക്കിയാൽ മതിയോ? അല്ല ഇതെല്ലാം മൊത്തം മാറ്റി വേറെ ആളാന്ന് പറയത്തില്ലേ? ആ, അത് പറ്റത്തില്ല. ഇതിനകത്ത് വയറൊന്ന് ഫോട്ടോഷോപ്പ് ചെയ്താൽ മതി, ബാക്കിയെല്ലാം ഫിറ്റാ, ക്ലിയർ. ആ, പിന്നെ വേണ്ട ഇനി ബോഡി മൊത്തം മാറ്റുന്ന കേസ് ചെയ്യാൻ പറഞ്ഞു, തല മാത്രം വെട്ടി വെച്ചെന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇതേ ഫോട്ടോയിൽ തന്നെ നേരെ ഒന്ന് കട്ട് ചെയ്താൽ മോഹൻലാലിനെ ഇവിടെ വന്നിട്ടില്ല. ഫോട്ടോഷോപ്പ് ചെയ്തിട്ട് കമന്റ് ഇട്ട് പിള്ളേരെ നിങ്ങൾ വലിയ സംഭവമാണ്, നിങ്ങൾ ഈ പറഞ്ഞ വലിയ കോമഡി പറയുന്നവരാ. ഏത് 3 ദിവസം മുന്നേ അങ്ങനല്ലല്ലോ, 3 ദിവസം കഴിഞ്ഞപ്പോ എന്താ ഇങ്ങനെ ചുമ്മാ കളിപ്പിക്കാനാന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ അങ്ങ് ചെയ്യും. നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് 2 ഫോട്ടോ എടുത്തു. ഈ മമ്മൂട്ടിയുടെ ഫോട്ടോയുടെ അവിടെ കൊണ്ടുപോയി മോഹൻലാലിന്റെ നിന്റെയൊക്കെ നീയൊക്കെ ആരാധിക്കുന്ന ഭയങ്കരനായ മനുഷ്യന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഇത് ആരോടെങ്കിലും പറഞ്ഞത് വിശ്വസിപ്പിക്കാൻ പറ്റും? എല്ലാം തരാം. ഇവരെ അറിയാത്തവരെ കൊണ്ട് കാണിച്ചു നോക്കിയാൽ മതി, പുറത്തൊക്കെ അയച്ചു.
ലാലേട്ടൻ ഫാൻസുകാരെ വലിച്ചു കീറി ഒട്ടിച്ചാണ് ചെകുത്താൻ്റെ ഈ ഒരു വീഡിയോ. സത്യത്തിൽ ഈ ഒരു പോസ്റ്റർ, നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു പോസ്റ്റർ നമ്മൾ ആരും കാണാത്ത വേറൊരു പോസ്റ്ററാണ് ഇതിപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. അതായത് ഈ പോസ്റ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കലൂർ ടെന്നീസിൻ്റെ മകൻ ടിനു ടെന്നീസ് സംവിധാനം ചെയ്യുന്ന ബസൂക്ക എന്ന ചിത്രത്തിലെ ഈ ലുക്കും ആ ലുക്കും ഒക്കെ ഏകദേശം ഒരേ രീതിയിൽ തന്നെയായിരുന്നു. കാരണം നമുക്ക് ഇപ്പം നമ്മൾ ടർബോ സിനിമയുടെ ഒരു അപ്ഡേഷനും അല്ലെങ്കിൽ ടർബോ സിനിമയുടെ പോസ്റ്ററുകളൊക്കെ കണ്ടു നിൽക്കുമ്പോൾ ഈ ഒരു സിനിമയെ കുറിച്ചിട്ട് ഇപ്പോൾ ആരും സംസാരിക്കുന്നില്ല. കാരണം ഇനിയിപ്പോൾ ടർബോ വന്നതിന് ശേഷം മാത്രമേ ഇനി അടുത്ത മമ്മൂക്കയുടെ സിനിമയെ കുറിച്ചിട്ട് സംസാരിക്കത്തുള്ളൂ. പക്ഷേ മമ്മൂക്കായെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ ഇദ്ദേഹത്തെ പോലെ ഇത്രയധികം ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു നടൻ അത് വേറെയില്ല. കാരണം നമ്മളെല്ലാവരും കണ്ടതാണല്ലോ ബ്രഹ്മയുഗം. ഒരു ഒറ്റമുണ്ടും ഒരു ഷോളും ഇട്ടുകൊണ്ടാണ് ആ സിനിമ തുടങ്ങി അവസാനം വരെ ആ സിനിമയിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ഇതുപോലെ പെർഫോം ചെയ്യാൻ ആരാണുള്ളത്? ഒരു നടനുമില്ല. വെല്ലുവിളിക്കാണ് അത്തരത്തിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഈ പറയുന്ന സൂപ്പർ സ്റ്റാറുകൾ വന്നിട്ട് അഭിനയിച്ചൊന്ന് കാണിക്കട്ടെ, എന്നിട്ട് പറ. ഇപ്പം ചെകുത്താൻ പറഞ്ഞതുപോലെ നിങ്ങളൊരു ഫോട്ടോ എടുത്തിട്ട് അത് മോർഫ് ചെയ്തിട്ടാണെങ്കിൽ പോലും അതൊന്ന് കാണിച്ചാൽ വെല്ലുവിളിക്കുകയാണ് നിങ്ങളെ. അപ്പം നിങ്ങൾക്കത് സാധിക്കത്തില്ല. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് കുരുപൊട്ടും. അത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം 10-73 വയസ്സുള്ള മനുഷ്യൻ ഇപ്പോഴത്തെ യുവ പ്രതിഭകളെ വരെ ഹരം കൊള്ളിക്കുകയും അല്ലെങ്കിൽ അവരെയൊക്കെ പിന്നിലാക്കിക്കൊണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് വരുമ്പോഴത്തേക്ക് സത്യത്തിൽ ഇവർക്കൊക്കെ കുരുപൊട്ടും. ഇനിയും കുറേ കാലം നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ഇതുപോലെ തന്നെ നിലനിൽക്കും. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ നന്മ തന്നെയാണ് എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. എന്തായാലും നമുക്ക് ഈ രണ്ട് പോസ്റ്ററുകളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഈ പോസ്റ്റർ, അതായത് മമ്മൂക്കയുടെ ബസൂക്ക എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയപ്പോൾ നമ്മളെല്ലാവരും കണ്ടിരുന്നു. മമ്മൂക്ക ഒരു ബൈക്കിൽ നിന്നും ഒരു തുണി ഇങ്ങനെ വലിച്ചു മാറ്റുക, അതിനകത്ത് ബാക്കിൽ മുടിയെല്ലാം കെട്ടി ഗ്ലാസ് ഒക്കെ വെച്ച് നിൽക്കുന്ന ഒരു പോസ്റ്ററായിരുന്നു. ആ സെയിം സാധനം തന്നെയാണ് ഈ ഒരു പോസ്റ്റർ. ഒരു പക്ഷേ ചിലപ്പോൾ ഇത് സിനിമയിൽ ഉണ്ടോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അത് തന്നെയാണ് ഇത്. കാരണം അതിന് ആ സിനിമയ്ക്ക് വേണ്ടി മമ്മൂക്ക വർക്കൗട്ട് ചെയ്തതിൻ്റെ മമ്മൂക്ക ഈ കോവിഡ് സമയത്ത് വർക്കൗട്ട് ചെയ്തിട്ട് ഒരു പോസ്റ്റർ ഇറക്കിയത് നമ്മളെല്ലാവരും ഞെട്ടിയതാണ് അല്ലേ. കാരണം അദ്ദേഹത്തിൻ്റെ കൈയൊക്കെ കണ്ടിട്ട് ആൾക്കാർ അതിൻ്റെ ടൈസ് വരെ ഇങ്ങനെ എന്താ പറയുക റെഡ് മാർക്ക് ചെയ്തിട്ട് കാണിച്ചു. ഇതൊക്കെ മമ്മൂക്ക തന്നെ ആണോ എന്നൊക്കെ ചോദിച്ചു. അപ്പം അദ്ദേഹം എന്താണോ വിചാരിക്കുന്നത് അത് പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നുള്ളതിൻ്റെ പല പല സംഭവങ്ങളും ഈ ഇന്ത്യൻ സിനിമയിൽ അല്ലെങ്കിൽ മലയാള സിനിമയിൽ നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കും കുരുപൊട്ടിയിട്ടൊന്നും കാര്യമില്ല. ഇനി ഇതല്ല, ഇതിൻ്റെ അപ്പുറം നമ്മൾ ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ എന്ന് മാത്രമേ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളൂ. അതെൻ്റെ പ്രിയപ്പെട്ട പിന്നെ മറ്റ് ഫാൻസിലുള്ള ആൾക്കാർ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി സ്വസ്ഥമായിട്ട് പോവുക. കാരണം ഒരാളെ കുറ്റം പറയുമ്പോഴത്തേക്ക് എതിർഭാഗത്ത് നിൽക്കുന്ന ആൾ ഏത് തരത്തിലുള്ളതാണ് എന്നുകൂടെ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് വേണം ഇതുപോലുള്ള ഊളത്തരങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ കമൻറ്റുമായിട്ട് വരാൻ എന്ന് മാത്രമേ എനിക്ക് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോടും പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം.